नमस्ते बच्चों, हम 5वीं कक्षा के हिंदी की नए पाठ्य पुस्तक के पहली इकाई का धूप आ गई कविता का परिचय पाया। इसका ऑडियो सुना, इसके शब्दार्थ देखा। अब हमें इसकी अनुबंध प्रक्रियाओं के ओर देखें। ധൂപ് ആ ഗൈ എന്നുള്ള പാഠത്തിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഈ ചിത്രങ്ങൾ കണ്ടോ? യഹ് കലി ഹെ, പൂമുട്ട് അല്ലേ? യഹ് ചിടിയ ഹെ, പക്ഷി. ടീച്ചർ ഇത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. യഹ്, യായും ഹായും കണ്ടോ? യഹ് ക ലീ, വള്ളി വലതുവശത്ത് ഇങ്ങനെ വള്ളിയിട്ട ലീ എന്നാണ്. കലി ഹേ, ഇത് കലിയാണ് എന്നാണ്. അതായത് കലി എന്ന് പറഞ്ഞാൽ പൂമോട്ട് എന്നാണ്. യഹ് കലി ഹേ. അടുത്തത് യഹ്, യഹ് എന്ന് പറഞ്ഞാൽ ഇത്. ച ഇടതുവശത്ത് വള്ളിയിട്ട ചി, വലതുവശത്ത് വള്ളിയിട്ട ചീ എന്നാവേ. ചിടിയ, കണ്ടോ? ചിടിയ ഹേ. യഹ് ചിടിയ ഹേ, ഇത് പക്ഷിയാണ്. ये एक कली है और ये एक चिड़िया है. ये एक कली है और ये एक चिड़िया है. അകല പ്രക്രിയ, അടുത്ത ആക്ടിവിറ്റി നിറങ്ങൾ പരിചയപ്പെടലാണ്. നിറത്തിന് എന്താ പറയുക? രംഗ്. ബോക്സിൽ കണ്ടോ? രംഗ്. എഴുതുന്നത് കാണിച്ചു തരാം. രാ, ഇതാണ് രാ. രണ്ട് പോലെ എഴുതുന്നത്. മേലെ കുത്തിട്ട രംഗായി, പിന്നെ ഗ, രംഗ്. നിറം, രംഗ്. എല്ലാവരും പറഞ്ഞ് രംഗ്. ഇനി നിറങ്ങൾ ടീച്ചർ ഓരോന്നായിട്ട് എഴുതുവാണേ. ലാൽ, ഹര, കാല, നീല, പീല, ഗുലാബി. ഗുലാബ് എന്ന് പറഞ്ഞാൽ റോസാണ്, അപ്പോൾ ഗുലാബി, റോസ് നിറം. ഭൂര, സഫേദ്, സഫേദ്. സന്തരി, സന്തര എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ്. സന്തരി, ഓറഞ്ച് കളർ. അതേപോലെ തന്നെ ബേങ്കനി, ബേങ്കൻ എന്ന് പറഞ്ഞാൽ വഴുതനങ്ങയാണ്. ബേങ്കനി കളർ. എഴുതുന്ന വീഡിയോ ഉൾപ്പെടുത്തിയത് നിങ്ങൾക്ക് അതുപോലെ തന്നെ നോട്ടിൽ നോക്കി എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പുസ്തകത്തിലെ ഈ ചിത്രങ്ങൾക്ക് കളർ കൊടുക്കണം. അടുത്ത ആക്ടിവിറ്റി ശബ്ദ പഹചാനേം കവിതാമേ രേഖാങ്കിത് കരേം. ഈ ശബ്ദങ്ങൾ, അതായത് വാക്കുകൾ മനസ്സിലാക്കുക, എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിലെ കവിതയിൽ രേഖപ്പെടുത്തുക. जो शब्द गुब्बारों में दिया है देखो. कलियाँ, क्यारी, चिड़िया, हवा, धूप. കവിതയിൽ കണ്ടോ? വരികളിൽ അടയാളപ്പെടുത്തി. ധൂപ് ആ ഗൈ എന്നുള്ള കവിതയിൽ നമ്മൾ ആദ്യം കണ്ട വാക്ക് ധ എഴുതി പഠിക്കുകയാണ്. എഴുതുന്ന കണ്ടോ? ധ. ഇനി ഈ ധായിൽ ആ കുനിപ്പില്ലാതെ ധ എഴുതിയാൽ എന്തായത്? ഖായായി. നിങ്ങൾ വീണ്ടും അടിച്ച് കാണണം കേട്ടോ എഴുതുന്ന രീതി. ഇനി ധ എഴുതുന്ന പോലെ തന്നെ ആ 3 തിരിച്ച് എഴുതിയിട്ട് ഒരു കുനിപ്പ് അറ്റത്ത് വന്ന ഒരു വരയും കൂടി ഇട്ടാൽ ഛായായി. അപ്പോൾ 3 അക്ഷരങ്ങൾ നിങ്ങൾ കണ്ടോ? ഇന്ന് ഇത് പഠിക്കണം. 3 അക്ഷരങ്ങൾ ധ, ഖ, ഛ. ഏകദേശം ഒരുപോലുള്ള 3 എണ്ണം. ഇനി ചിഹ്നം കണ്ടോ അവിടെ? ധൂപ് എന്നുള്ളതിന് ഊ ചിഹ്നമാണത്. അപ്പോൾ ഏതൊരക്ഷരത്തിൻ്റെ താഴെയും ഈ ഒരു ചിഹ്നം ചേർത്താൽ എന്തായി? അത് ഊ എന്നുള്ള ചിഹ്നമായി. അപ്പോൾ നോക്കിക്കേ, ധൂ, ധായുടെ താഴെ ഖൂ, ഛൂ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതുവരെ ഈ 2 പേജ് മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ. സാരമില്ല, 5ാം ക്ലാസ്സാണ്, ആദ്യമായിട്ട് ഹിന്ദി പഠിക്കുന്നവരാണ്. തുടക്കത്തിൽ നമുക്ക് പതുക്കെ പോവാം, പിന്നീട് സ്പീഡാവാം. അപ്പോൾ വീഡിയോ വീണ്ടും വീണ്ടും കാണുക, ശബ്ദങ്ങൾ പഠിക്കുക, സംശയങ്ങൾ നിവാരണം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.